കാട്ടാന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി വനം വകുപ്പ് മന്ത്രിയെ പുറത്താക്കണമെന്നും അദ്ദേഹം തൊടുപുഴയിൽ ആവശ്യപ്പെട്ടു. ഞാനിത് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാനിത് വെറുതെ പറയുന്ന ആളല്ല. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ടും ഈ പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ടും ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ദൈനംദിനം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഉത്തരവാദിത്വത്തോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം കേട്ട് ഭരണാധികാരികൾ മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുസ്സഹമായ ഒരു സാഹചര്യമാണിത്. ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം കേട്ട് ഏറാൻ കൊണ്ട ആളല്ല മന്ത്രി അല്ലെങ്കിൽ ഭരണാധികാരികൾ. ഉദ്യോഗസ്ഥന്മാർ പലതും പറയും, ഈ പറയുന്ന പ്രശ്നമില്ല, അവിടെ ഇല്ല, ഇവിടെ ഇല്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷെ അതല്ലല്ലോ, ഇത് വർഷങ്ങളായി അല്ലെങ്കിൽ തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെതിരെ ഫലപ്രദമായ ഇടപെടലാണ് വേണ്ടത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും ഈ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായ ഈ സാഹചര്യത്തിലും ഈ പറയപ്പെടുന്ന മുള്ളരിങ്ങാടും ഈ പറയപ്പെടുന്ന ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലുമെല്ലാം യാതൊരു വ്യത്യാസവും ഉണ്ടാക്കിയിട്ടില്ല. അവർ ഒരു ട്രഞ്ച് കുഴിച്ചിട്ടുണ്ടോ അധികമായി? ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഫെൻസിങ് സമ്പ്രദായം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായി ഇവർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രൂക്ഷമായ സാഹചര്യത്തെയും പ്രതിരോധിക്കാൻ യാതൊരു മുൻകരുതലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇത് ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഞാൻ പറയാം. ഇത് വെറുതെ അങ്ങനെ നമുക്ക് കണ്ണടച്ച് ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഓരോ സംഭവങ്ങളും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഓരോ കുടുംബങ്ങളും അനാഥമായിക്കൊണ്ടിരിക്കുന്നു. ഈ നാടിൻ്റെ കണ്ണീര് ആര് തുടയ്ക്കും എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അതുകൊണ്ട് ഈ ഗവൺമെന്റിന് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടത്. അതവർ ചെയ്തില്ല എങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് ഇവരെ ചവിട്ടി പുറത്താക്കുന്ന ഒരു കാലഘട്ടം അനധിവിദൂരം അല്ല എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുക. എങ്ങനെയാണ് പ്രതിഷേധ പരിപാടികൾ? ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രതിഷേധിക്കുക. ഇക്കാര്യത്തിൽ ആ നാടിൻ്റെ ഒരു പൂർണ്ണമായ സംരക്ഷണം. ആ മുള്ളരിങ്ങാട് എന്ന് പറയുന്ന ഒരു ചെറുപ്രദേശം വണ്ണപ്പുറം പഞ്ചായത്തിൻ്റെ ഒരു ചെറുപ്രദേശമാണ്. ആ ചെറുപ്രദേശം ആകെ ഇന്ന് ഭയന്ന് വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന വിധത്തിൽ വേണ്ടുന്നതായിട്ടുള്ള ഉറപ്പ്, അതിന് വേണ്ടുന്നതായിട്ടുള്ള സാഹചര്യമാണ് ഗവൺമെൻറ് ഇവിടെ സൃഷ്ടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം ഒരുക്കുന്നത് വരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാവുക.